അടൂർ സ്വദേശിയായ +2 വിദ്യാർത്ഥിനി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരിച്ച സംഭവം വളരെ വലിയ വിവാദമായിരുന്നു. 5 മാസം ഗർഭിണിയായിരുന്നു ആ പാവം 17-കാരി. സഹപാഠിയുമായി പ്രണയത്തിലായിരുന്നു എന്നതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി വമ്പനൊരു ട്വിസ്റ്റാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതിൽ പോലീസ് വായിച്ചെടുത്തത്. ഒന്ന്, സാധാരണ പെൺകുട്ടികൾ എഴുതി വെക്കുന്നത് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കുക, എന്നെ അധ്യാപികയായി കാണണമെന്നായിരുന്നു അമ്മ ആഗ്രഹിച്ചിരുന്നത്, എന്നാൽ എനിക്കത് ആഗ്രഹം സഫലമാക്കാൻ കഴിയാതെ പോയി, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. അതായത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് തന്നെ അമിതമായി മരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനെ തുടർന്ന് ഈ പെൺകുട്ടിക്ക് പനി ബാധിച്ചു. ഈ പനി ബാധിച്ചപ്പോൾ ഈ ബന്ധുക്കൾ, ഈ വീട്ടുകാരെന്ത് ചെയ്തു? പല ആശുപത്രികളിലും ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അപ്പോഴും പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം ആശുപത്രി അധികൃതരിൽ നിന്ന്, ഡോക്ടർമാരിൽ നിന്നും ഒരുപക്ഷെ ശ്രമിച്ചു എന്നുള്ള കാര്യവും ഡോക്ടർമാരിൽ നിന്ന് മറച്ചുവെച്ചു. ശരിക്കും സത്യം ഡോക്ടർമാരോട് നമ്മൾ കേട്ടിട്ടില്ലേ, വക്കീലന്മാരോടും ഡോക്ടർമാരോടും സത്യമായി പറയണമെന്ന്. ഒരുപക്ഷെ സത്യം കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിക്ക് ജീവാപായം ഉണ്ടാവുക ഇല്ലായിരുന്നു, കൃത്യമായ ചികിത്സ ലഭിച്ചേനെ. പക്ഷേ അവർ പനിക്ക് മരുന്ന് കൊടുത്തു, പക്ഷേ ഇവരുടെ അസുഖം മാറുന്നില്ല. കാരണം ആന്തരികാവയവങ്ങളിൽ മരുന്നിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ആന്തരികാവയവങ്ങൾ പലതും പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരിച്ചറിയുന്നതിൽ ഡോക്ടർമാർ പരാജയപ്പെടാൻ കാരണം ഈ കുട്ടി സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. അതിനുശേഷം പനി മരുന്നുകൾ കഴിച്ചു. പിന്നീടും അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർ റെഫർ ചെയ്യുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് പെൺകുട്ടി ഇക്കഴിഞ്ഞ 22-ാം തീയതി മരണമാണ്. 22-ാം തീയതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അതിനുശേഷം ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിക്കുകയും ചെയ്യുന്നു. മരിച്ചതിന് ശേഷം അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് അറിയുന്നത് പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പെൺകുട്ടിക്ക് സഹപാഠിയുമായി ഒരു ആൺസുഹൃത്തുണ്ടായിരുന്നു. സഹപാഠിയാണ് ആ ആൺസുഹൃത്ത്. പ്രണയം ദൃഢമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസം ആ സഹപാഠിയെ ചോദ്യം ചെയ്തിരുന്നു. ആ പയ്യൻ എല്ലാം പറയേണ്ടതൊക്കെ പറയേണ്ട വിധം തന്നെ പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. നല്ല പ്രണയത്തിലായിരുന്നു, നല്ല ഇഷ്ടത്തിലായിരുന്നു എന്ന് ആ പയ്യൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് DNA പരിശോധനയ്ക്ക്, പെൺകുട്ടി ഗർഭിണിയായിരുന്നല്ലോ, ഇനി പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ശിശുവിൻ്റെ പിതൃത്വം ഈ ആൺകുട്ടിയാണോ എന്നറിയുന്നതിന് വേണ്ടി ആ പയ്യൻ്റെ രക്തസാമ്പിളും പോലീസ് ഉടനെ തന്നെ ശേഖരിക്കും. DNA പരിശോധന ഫലം വന്ന് പിതൃത്വം തെളിഞ്ഞാൽ ആ ആൺകുട്ടിയും അറസ്റ്റിലാകും. കാരണം ആത്മഹത്യാ പ്രേരണ കുറ്റം ഒരു ഭാഗത്തുണ്ടാകാം, മറ്റൊന്ന് പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി അവൾ മരണത്തിന് അടിയറ പറയുകയും ചെയ്യുന്നു എന്ന സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തിയും ആ ആൺകുട്ടിക്കെതിരെ പോക്സോ കേസും പോലീസ് ചുമത്തി അറസ്റ്റ് ചെയ്യും. ഇതാണ് നടന്നത്. ഒരു 17-കാരി, ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാർത്ത അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നതെന്ന്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന കാര്യവും നമുക്കൊക്കെ അറിയാം. ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിരുന്നു. അതിനുശേഷം അമിതമായി മരുന്ന് കഴിച്ചു. പനിയാണെന്ന് പറഞ്ഞ് മരുന്ന് കുറേ കഴിച്ചു. പനി മാറാത്തതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുന്നു. അവിടെ വെച്ച് മരണമടയുന്നു. മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമാണ് അറിയുന്നത് പെൺകുട്ടി ഗർഭിണിയാണെന്ന്. ആ ഡോക്ടർ ആദ്യം പരിശോധിച്ച ഡോക്ടർമാരോട് തന്നെ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിതാക്കളോട് ആരോടെങ്കിലും വരുന്ന കോൺസിക്വൻസ്, അതായത് എന്തെങ്കിലും പ്രതിസന്ധി വന്നോട്ടെ, ആരെങ്കിലും എന്തൊക്കെയോ പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു കൗൺസിലിങ്, അതുപോലെ തന്നെ നല്ല ചികിത്സയൊക്കെ കിട്ടി ആ പെൺകുട്ടി ഇന്നും ജീവനോടെ ഇരുന്നേനെ. ആ ആൺകുട്ടിക്ക് തക്കതായ ശിക്ഷ, അല്ലെങ്കിൽ ഇങ്ങനെ പീഡിപ്പിച്ചതിനുള്ള ശിക്ഷയൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങി ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ പ്രണയം ദൃഢമായിരുന്നുവെങ്കിൽ, ശാശ്വതമായ പ്രണയം, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമൊക്കെ നയിക്കാൻ പാകത്തിലുള്ളതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു കുടുംബജീവിതം തന്നെ ഈ പെൺകുട്ടിക്കും ആ സഹപാഠിക്കും ലഭിച്ചേനെ. പക്ഷേ അതെല്ലാം ഒരു മരണം കൊണ്ട് ഇല്ലാതായി, ആത്മഹത്യാ ശ്രമം കൊണ്ട് പാളിപ്പോയി.